വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് നമ്മുടെ ഇന്നത്തെ പാർട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് nth ടേം ഓഫ് ആൻ AP. ഓക്കെ, നോക്കിക്കേ, nth ടേം ഓഫ് ആൻ AP. നമുക്ക് നോക്കാം. ഫസ്റ്റ് ടേം A1 അല്ലെങ്കിൽ A എന്ന് പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടേം ഈസ് A1 അല്ലെങ്കിൽ A. സെക്കൻഡ് ടേം എങ്ങനെ കിട്ടുന്നത്? ഫസ്റ്റ് ടേമിന്റെ കൂടെ ഡിഫറൻസ് ആഡ്, കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് ടേം കിട്ടുന്നത്. ദാറ്റ് ഈസ് A പ്ലസ് ഡി എന്ന് പറയാം അതിനെ. ഓക്കെ, സോ ഫസ്റ്റ് ടേം ഈസ് A, സെക്കൻഡ് ടേം ഈസ് A പ്ലസ് ഡി. ഓക്കെ, എന്നാലല്ലേ AP ആവുള്ളൂ. അപ്പം ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് ടേം കിട്ടുന്നത്. അപ്പോ A1നെ A എന്ന് പറയാം, A2നെ നമുക്ക് എന്തെന്ന് പറയാം? A പ്ലസ് ഡി എന്നും പറയാം. ഓക്കെ, നോക്കിയേ, A3 എന്ന് പറഞ്ഞാല് സെക്കൻഡ് ടേമിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഡിഫറൻസ് ആഡ് ചെയ്യണം. സോ സെക്കൻഡ് ടൈം എത്രയാണ്? A പ്ലസ് ഡി. അതിന്റെ കൂടെ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ A പ്ലസ് 2D. ഓക്കെ, അപ്പൊ തേർഡ് ടൈം A പ്ലസ് 2D. ഓക്കെ, അടുത്തത് ഫോർത്ത് ടൈം. ഫോർത്ത് ടൈം എങ്ങനെയാ കിട്ടുന്നത്? തേർഡ് ടൈമിന്റെ കൂടെ ഡി ആഡ് ചെയ്യണം. തേർഡ് ടൈം എന്താണ്? A പ്ലസ് 2D. അതിന്റെ കൂടെ ഒരു ഡി കൂടെ ആഡ് ചെയ്യുമ്പോൾ A പ്ലസ് 3D. ഓക്കെ, സോ അപ്പൊ നോക്കി ആ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചേ. ഫസ്റ്റ് ടൈം A1 എന്ന് പറഞ്ഞാൽ A ആണ്, അതിന്റെ കൂടെ ഡി ഇല്ല. സോ അപ്പൊ നമുക്ക് തന്നെ 0D എന്ന് വേണമെങ്കിൽ ഇടാം. ഓക്കെ, ഡി ഇല്ല, അപ്പം ഇത് എഴുതിയില്ലേലും പ്രശ്നമില്ല. ദാറ്റ് ഈസ് അഗൈൻ A. ഓക്കെ, സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ കൂടെ ഡി വരും. ഓക്കെ, A പ്ലസ് ഡി. അപ്പൊ നോക്കേ, ഇവിടെ 2 ആവുമ്പം ഇവിടെ 1D ആണ് വരുന്നത്. അടുത്ത 3, A3 വരുമ്പോ എന്ത് വരും? A പ്ലസ് എത്ര? 2D. അപ്പൊ നോക്കിക്കേ ആ ഒരു പാറ്റേൺ. ഇവിടെ 1 ആയിരുന്നപ്പം 0D, ഇവിടെ 2 ആയിരുന്നപ്പം 1D, ഇവിടെ 3 ആയിരുന്നപ്പം 2D, ഇവിടെ 4 ആവുമ്പോ എന്താ വരുന്നത്? A പ്ലസ് 3D. അപ്പൊ ഓരോന്നോരോന്ന് കുറഞ്ഞു വരുക. അപ്പൊ ഫോർത്ത് ടേമിന് A പ്ലസ് 3D, തേർഡ് ടേമിന് A പ്ലസ് 2D. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ടേം nth ടേമിന് എത്ര ആയിരിക്കും? A പ്ലസ് ND ആയിരിക്കോ N മൈനസ് 1D ആയിരിക്കോ? N മൈനസ് 1D. അങ്ങനെയല്ലേ? സോ അപ്പം ഒന്ന് കുറവായിരിക്കും. A പ്ലസ് N മൈനസ് 1 into D. So this is called the general term of an AP, അല്ലെങ്കിൽ nth term of an AP, അല്ലെങ്കിൽ സംടൈംസ് ഇതിനെ ലാസ്റ്റ് ടേം എന്നും പറയാറുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ഫസ്റ്റ് ടൈം A, അതിന്റെ കൂടെ ഡി ഇല്ല, അതിന് നമുക്ക് A പ്ലസ് 0D എന്ന് പറയാം. 1 കുറഞ്ഞു, കാരണം A പ്ലസ് 1 ഇവിടെ എന്ത് ചെയ്യും? കുറച്ചു. സോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഫസ്റ്റ് ടൈം A1 is equal to A, അതിന്റെ കൂടെ ഡി ഇല്ല, ബിക്കോസ് ഇവിടെ 1 ആണ്. 1 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 0D. അത് എഴുതേണ്ട ആവശ്യമില്ല. A2 ആവുമ്പോഴത്തേക്ക് A പ്ലസ് എത്ര? 1D. A3 ആവുമ്പോഴത്തേക്ക് A പ്ലസ് 2. അപ്പൊ ഓരോന്നോരോന്ന് കുറഞ്ഞാണ് ഡിയുടെ മൾട്ടിപ്പിൾ വരുന്നത്. ഫോർത്ത് ടൈം ആവുമ്പോൾ A പ്ലസ് 3D. അങ്ങനെ പോവുകയാണെങ്കിൽ ലാസ്റ്റ് ടൈം AN ആവുമ്പോൾ A പ്ലസ് ND അല്ല, A പ്ലസ് N മൈനസ് 1 into D. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കിക്കേ, ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് AN എന്ന് പറഞ്ഞാൽ എത്രയാണ്? A പ്ലസ് N മൈനസ് 1 into D. സോ ദിസ് ഈസ് ദ nth ടേം ഓഫ് AP, അല്ലെങ്കിൽ ജനറൽ ടൈം. സംടൈംസ് ഇതിനെ ലാസ്റ്റ് ടൈം എന്ന് പറയും. ലാസ്റ്റ് ടൈം വരുന്നത് എപ്പോഴാന്നൊക്കെ ഉള്ള ഇനിയുള്ള പ്രോബ്ലത്തിൽ നമ്മൾ പഠിക്കും. സോ അപ്പൊ ഇവിടെ എത്ര ടേംസ് ഉണ്ടെന്ന് പറയാം ആർക്കെങ്കിലും? അതായത് 1 2 3 4, ഇത് ഫോർത്ത് ടൈം. ഇങ്ങനെ പോയി ഈ വരുന്നതാണ് ടേം എന്ന് പറയുന്നത്. ഇത് 1 ഫസ്റ്റ് ടൈം, 2 മീൻസ് സെക്കൻഡ് ടൈം, 3 മീൻസ് തേർഡ് ടൈം, 4 മീൻസ് ഫോർത്ത് ടൈം, എക്സെട്ര. അങ്ങനെയെങ്കിൽ ഇവിടെ N ആണ്. ദാറ്റ് ഈസ് എത്ര ടേംസ് ഉണ്ട്? N ടേംസ് ഉണ്ട്. സോ ഹിയർ നമ്പർ ഓഫ് ടേംസ് ഓഫ് AP is equal to N. സോ അതുകൊണ്ട് തന്നെ ഇതിനെ nth ടേം എന്ന് പറയും. സോ നോക്കി, ഇവിടെ 4 ആയിരുന്നപ്പോ നമ്മൾ ഇതിനെ ഫോർത്ത് ടേം എന്നല്ലേ പറയുന്നത്. ദാറ്റ് ഈസ് A4. ഇവിടെ 3 ആയിരുന്നപ്പം A3, ദാറ്റ് ഈസ് തേർഡ് ടേം. അപ്പൊ ഇവിടെ N വന്നാൽ അതിനെ എന്തെന്ന് പറയണം? nth ടേം. N വന്ന nth ടേം. സോ ഓക്കെ, സോ അപ്പൊ ഈ ഇക്വേഷൻ പഠിച്ചു നോക്കുക. nth ടേമിന്റെ ഇക്വേഷൻ AN is equal to A പ്ലസ് N മൈനസ് 1 into D. ഫോർ എക്സാമ്പിൾ, ഇനി ഒരു കേസ് നോക്കാം നമുക്ക്. A1, A2, A3, എക്സെട്ര AM ആണെങ്കിലോ, ദാറ്റ് മീൻസ് ഇവിടെ എത്ര ടേംസ്? നമ്പർ ഓഫ് ടേംസ് എത്രയായിരിക്കും? M ആയിരിക്കും. അപ്പം ഇപ്പൊ എല്ലാ കേസിലും N ടേംസ് വരണമെന്നില്ല, നമ്മളത് ജനറൽ ഫോം ആയിട്ട് പഠിക്കുന്നേ ഉള്ളൂ. ഇൻ കേസ് M ടേംസ് വരുവാണെങ്കിൽ nth ടേം, ജനറൽ ടേം എന്തായിരിക്കും? ജനറൽ ടേം is equal to AM is equal to A പ്ലസ് M മൈനസ് 1 into D. സോ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. നമ്മൾ എല്ലാ കേസിലും N ഇട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ഒരു സെക്ഷനാണ്. എന്നിട്ട് അതുപോലെ തന്നെ ഈ ഒരു പാർട്ട്, ഇതിനെ nth ടേം എന്നും ജനറൽ ടേം എന്നും ലാസ്റ്റ് ടേം എന്നും വിളിക്കും. അപ്പൊ ഈ ഒരു സെക്ഷൻ പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്. ഇതെല്ലാം എഴുതി വെക്കുക, ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ.
നമ്മൾ nth ടേമിന്റെ ഇക്വേഷൻ കണ്ടു. an is equal to a plus n minus 1 into d. സോ അപ്പൊ ഞാൻ പറഞ്ഞു അതിനെ ജനറൽ ടേം എന്നും nth ടേം എന്നും ലാസ്റ്റ് ടേം എന്നും ഒക്കെ പറയാന്ന്, സംടൈംസ് ലാസ്റ്റ് ടേം എന്നൊക്കെ പറയാന്ന് ഞാൻ പറഞ്ഞു. സോ അപ്പൊ അതില് ഓരോന്ന് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ചെറിയൊരു എക്സാമ്പിൾ ആണ്. 2, 4, 6, 8, 10 എക്സെട്ര. സോ അപ്പൊ ഇതൊരു എ പി ആണ്. ഇതിന്റെ ഫസ്റ്റ് ടേം a is equal to 2 ആണ്. കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ 4 മൈനസ് 2 എത്ര വരും? 2. രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, സോ 6 മൈനസ് 4 എത്ര ആക്കി? അപ്പം ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അതിന്റെ ഫസ്റ്റ് ടേം 2, കോമൺ ഡിഫറൻസ് 2. ഫൈൻഡ് ദ ജനറൽ ടേം എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ഫൈൻഡ് ദി ജനറൽ ടേം അല്ലെങ്കിൽ ഫൈൻഡ് ദി nth ടേം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതാണ്. ഓക്കെ, സോ അപ്പൊ ഇതാണ് ആദ്യം പറയുന്നത്, ജനറൽ ടേം അല്ലെങ്കിൽ nth ടേം. സോ നോക്കി അതിന്റെ ഫോർമുല എടുത്ത് എഴുതണം. an is equal to a plus n minus 1 into d. ഇത് കാണാൻ പഠിച്ചു നോക്കണം. ഓക്കെ, an is equal to, അപ്പം an is equal to a എത്രയാണ്? 2 പ്ലസ് n നമുക്കറിയത്തില്ല. n മീൻസ് നമ്പർ ഓഫ് ടേംസ്. ഇതിങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുമല്ലേ എക്സെട്ര. എത്ര ടേം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. സോ ദാറ്റ് ഈസ് അൺനോൺ. n minus 1 into d നമുക്കറിയാം 2. സോ അവിടെ കാൽക്കുലേഷൻ ചെയ്യണം. 2 പ്ലസ് ഈ 2 അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2n minus 2, that is an is equal to 2n 2 plus 2n minus 2. an is equal to ഈ 2 into cancel ആയിപ്പോയി 2n. so this is the general term. an is equal to 2n എന്നുള്ളതാണ് ജനറൽ ടേം. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ ജനറൽ ടേമിന്റെ യൂസേജ് എന്ന്. വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ജനറൽ ടേമിന്റെ യൂസേജ് എന്ന് പറഞ്ഞാല് ഈ ഒരു ടേം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എത്രാമത്തെ ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. സോ ഫോർ എക്സാമ്പിൾ ഇതിൽ 100th ടേം എത്ര ആയിരിക്കും? അതായത് ഇപ്പൊ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത് ടേം. നമുക്കറിയാം 6th ടേം എത്രയാണ്? 12 ആയിരിക്കുമല്ലോ 6th ടേം. അത് ഇക്വേഷൻ വെച്ച് ഞാൻ കണ്ടുപിടിച്ച് കാണിച്ചു തരാം. സോ 6th ടേം കണ്ടുപിടിക്കാനായിട്ട് നമ്മള് എന്റെ ഫോർമുല എഴുതണം. an എത്രയാണ്? ഇവിടുത്തെ n എത്ര? 2n. ഓക്കെ, ഇവിടുത്തെ n 2n ആണ്. സോ അപ്പൊ അതിൽ 6th ടേം കണ്ടുപിടിക്കണമെങ്കിൽ n is equal to 6 കൊടുക്കുമ്പോൾ a6 n ന് 6 കൊടുക്കണം. ദാറ്റ് ഈസ് 2 into 6, ദാറ്റ് ഈസ് equal to 12. ഓക്കെ, സോ അപ്പൊ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനില് nth ടേം ഉണ്ടെങ്കിലുള്ള യൂസേജ് എന്ന് പറഞ്ഞത് നമുക്ക് അതിൽ എത്രാമത്തെ ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇത് സ്പെഷ്യലി നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഇങ്ങനെ പോവാണെങ്കിൽ ഇതിൽ 100th ടേം 100ാമത്തെ പദം എത്രയാണ്? സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? n ന് 100 കൊടുത്താൽ മതി. a100 is equal to 2 into 100 എത്ര? 200 ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ അപ്പൊ ജനറൽ ടേം അല്ലെങ്കിൽ nth ടേമിന്റെ യൂസേജ് എന്തെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ടേമിന്റെ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ വരുന്നത് നോക്കാം. സോ അപ്പൊ അതിനു മുന്നേ ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കാം. അപ്പം ഒന്നുകൂടെ പറയാം, ജനറൽ ടേം എങ്ങനെയാ കണ്ടുപിടിച്ചത്? എ ഉണ്ട്, ഡി ഉണ്ട്. എ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക, എ ഡി ഇട്ട് കൊടുക്കുക, ജനറൽ ടേം കിട്ടും. ജനറൽ ടേം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എത്രാമത്തെ ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ 10th ടേം എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പൊ നമ്മള് 6th ടേമും കണ്ടുപിടിച്ചു, 100th ടേമും കണ്ടുപിടിച്ചു. ഓക്കെ, എഴുതിയെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചില സമയത്ത് എന്നെ ലാസ്റ്റ് ടൈം എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഓക്കെ, there are 14 terms in this AP. ഈ APയിൽ 14 ടേംസ് ആണുള്ളത്. സോ പക്ഷെ ഇത് 14 എഴുതിയിട്ടില്ല. ചില സമയത്ത് നമുക്ക് ഇതൊക്കെ എഴുതി നോക്കാം, 14 വരെ എഴുതി നോക്കാൻ പാടൊന്നുമില്ല. 2, 4, 6, 8 അങ്ങനെ എഴുതി പോവാം. പക്ഷെ ചില കേസിൽ വലിയ വാല്യൂസ് ആയിരിക്കും. ചിലപ്പോൾ 100 ടേംസോ 200 ടേംസോ ഒക്കെ വരും. ഓക്കെ, സോ ഫൈൻഡ് ദ ലാസ്റ്റ് ടേം. ഓക്കെ, അപ്പൊ 14 ടേംസ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ടേം എത്ര ആയിരിക്കും? 14ാമത്തെ ടേം ആയിരിക്കും. സോ നോക്കേ, ഇതെത്രയാണ്? A1, ഇതെത്രയാണ്? A2, ഇതെത്രയാണ്? A3, എക്സെട്ര എക്സെട്ര ഇങ്ങനെ പോകുമ്പോൾ ലാസ്റ്റ് ടേം എത്രയാണ്? A14. ഇതാണ് 14ാമത്തെ ടേം എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, സോ അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതാ ജനറൽ ഫോം എഴുതിയാൽ മതി. an is equal to a plus n minus 1 into d. ജനറൽ ഫോം ഇങ്ങോട്ട് എടുത്ത് എഴുതി കൊടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് വേണ്ട എത്രയാണ്? 14th ടേം. ഇതാണ് ലാസ്റ്റ് ടേം ഇവിടുത്തത്. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റിനകത്ത് ഇങ്ങനെ പറയണം there are 14 ടേംസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം എത്രയാണ്? A14 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 14 ടേംസ് അല്ലേ ഇതിനകത്തുള്ളൂ. സോ ലാസ്റ്റ് 14th ടേം. ഈ 14th ടേമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് A14. അപ്പൊ എന്റെ ഇക്വേഷൻ നമുക്ക് അങ്ങോട്ട് എടുത്തെഴുതാം. an is equal to a plus n minus 1 into d. പക്ഷെ നമുക്ക് an ആണോ വേണ്ടത്? A14 ആണോ വേണ്ടത്? A14. ദിസ് ഈസ് ദ ലാസ്റ്റ് ടേം. ഓക്കെ, an ആണ് നമ്മുടെ കേസിൽ ലാസ്റ്റ് ടേം. therefore put നമ്മൾ എന്ത് ചെയ്യണം? put n is equal to 14. ഇവിടുത്തെ കേസിൽ n ന് 40 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? A14 കിട്ടും. അപ്പൊ എല്ലായിടത്തും n എന്ത് ഇട്ട് കൊടുക്കണം? 14 ഇട്ട് കൊടുക്കണം. a നമുക്കറിയാം എത്ര? 2.
പ്ലസ് n എത്ര നമ്മൾ ഇട്ട് കൊടുക്കണം 14 മൈനസ് 1 ഇൻറ്റു ഡി എത്രയാണ് 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 14 മൈനസ് 1 എത്ര 13 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 13 ഇൻറ്റു 2 എത്ര 26 26 പ്ലസ് 2 എത്ര 28. ഓക്കെ, സോ അപ്പൊ മനസ്സിലായോ? ഈ ഒരു എ പിയിൽ 14 ടേംസ് ഉണ്ട്. അതുകൊണ്ട് 14ാമത്തെ ടേമിനെ നമ്മൾ ലാസ്റ്റ് ടേം ആയിട്ട് കൺസിഡർ ചെയ്യണം. എന്നിട്ട് ആ ഇക്വേഷൻ ജനറൽ ടേമിന്റെ ഇക്വേഷൻ എടുത്ത് എഴുതിയിട്ട് അതിനകത്ത് n-ന് 14 ഇട്ട് കൊടുത്താൽ മാത്രം മതി. സോ അപ്പൊ ഇതിന്റെ യൂസേജ് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ ഇത്ര ഓർത്തിരുന്നാൽ മതി. കുറെ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതങ്ങ് ക്ലിയർ ആവും. അതിനു മുന്നേ n = a + n-1 × d എന്നും അതിന്റെ ജനറൽ ടേം എന്നും nth ടേം എന്നോ സംടൈംസ് അതിന്റെ ലാസ്റ്റ് ടേം എന്നോ ഒക്കെ പറയും എന്നുള്ള കാര്യം വൃത്തിയായിട്ട് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, എക്സസൈസ് 5.2 ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു മുന്നേ ഇത് വൃത്തിയായിട്ടൊന്ന് എഴുതിയെടുക്കാം. ഓക്കെ, എക്സസൈസ് 5.2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 5.2 ക്വസ്റ്റ്യൻ നമ്പർ 3. In the following APs, find the missing terms in the boxes. ഓക്കെ, അപ്പൊ നോക്കേ, ഫസ്റ്റ് ടേം 2, രണ്ടാമതൊരു ബോക്സ് ആണ്, തേർഡ് ടേം നമുക്ക് അറിയാം 26. ഓക്കെ, അപ്പൊ ഈ മിസ്സിംഗ് ആയിട്ടുള്ള ടേം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നോക്കേ, ഇഫ് a, b, c ആർ ഇൻ എ പിയിലാണെങ്കിൽ ഈ മിഡിൽ ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. മിഡിൽ ടേം ഇസ് ഈക്വൽ ടു a + c/2. അപ്പൊ മൂന്ന് ടേംസ് ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, a, b, c. അതിൽ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡ് ബൈ 2 എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പം കേസ് ഒന്ന് ഇതാണ്. ഈ ടേംസ് എല്ലാം എന്തിലായിരിക്കണം? എ പിയിലുള്ളതായിരിക്കണം. ഇഫ് എ ബി സി ആർ ഇൻ എ പി, മിഡിൽ ടേം ഇസ് ഈക്വൽ ടു a + c/2 വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ x1 x2 x3 ആർ ഇൻ എന്ത് എ പിയിലാണെങ്കിൽ x2 മിഡിൽ ടേം ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം x1 പ്ലസ് x3/2. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോ ഈ ഒരു കേസിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ നോക്കിക്കേ, ഈ മിഡിൽ ടേം ഇതിനെ നമുക്ക് വേണമെങ്കിൽ എത്ര ബി എന്ന് കൊടുക്കാം അല്ലെ? സോ ബി ഇസ് ഈക്വൽ ടു 2 + 26/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 28/2 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 14. ഓക്കെ, സോ അപ്പൊ ശ്രദ്ധിച്ചാൽ നമുക്ക് നടുക്കത്തെ ടൈം ബി മിസ്സിംഗ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു ഫോർമുല വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്കറിയാവുന്ന ഒരു ജനറൽ ഫോർമുല ഉണ്ട്, അത് വെച്ചിട്ട് ഏത് പ്രോബ്ലം വേണമെങ്കിലും ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഇത് ഈസി ആണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെത്തേഡ് മാത്രം പഠിച്ചു വെച്ചുകൊണ്ടിരിക്കരുത്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന സെക്ഷനാണ്. ഇങ്ങനെ ചെയ്താലും ഈ കേസിൽ ആൻസർ ആയി. അടുത്ത കേസ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഇത് എത്രയാണ്? എ ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേമിന് നമ്മൾ a + d എന്നാ പറയുന്നത് അല്ലെ? തേർഡ് ടേം എന്താണ്? a + 2d. അത് നമുക്കറിയാലോ. ഇതാ നോക്കിക്കേ, a1 is equal to a, a2 is equal to a plus ഇവിടുന്ന് 1 കുറയ്ക്കണം. 2 - 1 എത്ര? 1d, that is d. a3 is equal to a plus 3 - 1 that is 2d. a4 is equal to a plus 4 - 1 3d etc. an is equal to a plus n-1d. This is general term. Okay, so അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. അതനുസരിച്ചാണ് ഫസ്റ്റിന് എ കൊടുത്തത്, സെക്കൻഡ് ടൈമിന് a + d, തേർഡ് ടൈം a + 2d കൊടുത്തത്. സോ അപ്പൊ ഈ ഒരു ഓർഡറിലാണ് ഞാൻ ഈ വാല്യൂസ് കൊടുത്തേക്കുന്നത്, a + d, a + 2d. ഓക്കെ, അപ്പൊ അതനുസരിച്ച് നോക്കിക്കേ, a is equal to 2 എന്ന് നമുക്ക് മനസ്സിലായി. a is equal to 2 ഇത് അറിയത്തില്ല. ഇതെന്തോ a + 2d 26. അപ്പൊ എഴുതാം a + 2d is equal to 26. എയുടെ വാല്യൂ 2 കൊടുക്കാം. 2 + 2d is equal to 26. 2d is equal to അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് 24. 2 അപ്പുറത്തേക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 24. d is equal to 24/2 എത്ര വരും? നമുക്ക് 12 വരും. ഓക്കെ, അപ്പൊ നമുക്ക് a ഉണ്ട്, എന്തുണ്ട്? d ഉണ്ട്. നോക്കെ, ഇത് ചെയ്തൂടെ? a + d കണ്ടുപിടിച്ചൂടെ? ഇതാണ് മിഡ് സെക്കൻഡ് ടേം. സോ a + d is equal to a എത്രയാണ്? 2. ഇതാണ് 2 + d എത്ര? 12. ദാറ്റ് ഈസ് ഈക്വൽ ടു 14. അപ്പൊ ഈ 14 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അത് തന്നെയല്ലേ ഇവിടെയും കിട്ടിയേക്കുന്നത്. സോ അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഈ ഒരു മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം, ഈ മെത്തേഡിലും ചെയ്യാം. പക്ഷെ ഇത് എപ്പോഴും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. മിഡിൽ ടേം മിസ്സിംഗ് ആകുമ്പോൾ മാത്രമേ ഇത് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എ ബി സി ആർ എ പി, ബി ഇസ് ഈക്വൽ ടു a + c/2. ഓക്കെ, ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഏത് പ്രോബ്ലം വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പൊ വൃത്തിയായിട്ട് ഇത് എഴുതിയെടുക്കാം. ഓർ ഇട്ട് തന്നെ ഇത് എഴുതുക. ഏതെങ്കിലും ഒരു മെത്തേഡ് എഴുതിയെടുക്കുക. ആദ്യം ഈ ഒരു മെത്തേഡ് എഴുതുക, ഓർ ഇടുക, താഴോട്ട് മറ്റേ എഴുതുക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ മിസ്സിംഗ് ടേം. രണ്ട് ബോക്സുകൾ മിസ്സിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാനുള്ളത് നോക്കിക്കേ, ഞാൻ ഇതൊരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. അതായത് ഈ 3 ടേംസ് കൺസിഡർ ചെയ്യുവാണ്. ഫോർ എക്സാമ്പിൾ ഈ 3 ടേംസ് കൺസിഡർ ചെയ്യുക. ഞാൻ ഈ മിസ്സിങ്ങിന് ഇവിടെ എയും ബി എന്ന് കൊടുക്കുന്നു. ഓക്കെ, അവിടെ നോക്കേ,
നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എ ബി സി ആർ ഇൻ എ പി ആണെങ്കിൽ ബി മിഡിൽ ടേം ഇസ് ഈക്വൽ ടു എ പ്ലസ് സി ബൈ ടു. ഓക്കെ, സോ ഇപ്പൊ എ ബി സി തന്നെ വേണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. ഓക്കെ, സോ സെക്കൻഡ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് പ്ലസ് തേർഡ് ബൈ ടു ചെയ്യാം. അതുപോലെ ഇവിടെ എന്തുണ്ട്, 13 ഉണ്ട്, 3 ഉണ്ട്, നടുക്കത്തെ ടേം അല്ലേ ഇല്ലാത്തത്. സോ ഇതാണ് 3 ടേംസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് എന്തെഴുതാം, ബി ഇസ് ഈക്വൽ ടു 13 പ്ലസ് 3 ബൈ 2. സോ അപ്പൊ ഒറ്റ കണ്ടീഷൻ ഉള്ളൂ, അടുത്തടുത്തുള്ള 3 ടേംസിൽ നടുക്കത്ത് എന്തായിരിക്കണം, മിസ്സിംഗ് ആയിരിക്കണം. സോ ബി ഇസ് ഈക്വൽ ടു, ഇവിടെ ഞാൻ ബി എന്ന് കൊടുത്തതേ ഉള്ളൂ, എന്തുകൊണ്ടും നിങ്ങൾക്ക് കൊടുക്കാം, 13 പ്ലസ് 3 ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. സോ അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, ബി ഇസ് ഈക്വൽ ടു 8, അതായത് ഇവിടെ 8 കൊടുക്കാം. സോ അപ്പൊ നമുക്ക് ഇവിടുത്തെ ടൈം കിട്ടി 8. അപ്പൊ ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതുവാണ് ഇതിനെ, ബോക്സിന് മിസ്സിംഗ് അഗെയിൻ എ മിസ്സിംഗ് ആണ്. 13 കിട്ടി, 8 കിട്ടി, 3 കിട്ടി. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഒന്ന് 8 മൈനസ് 13 മതി. 8 മൈനസ് 13 ഇസ് ഈക്വൽ ടു, ഇത് വേണ്ട, ഇതിന്റെ ആവശ്യമില്ല. 8 മൈനസ് 13 ചെയ്യുമ്പോഴത്തേക്ക് എന്തോ -5. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് കുറച്ച് നോക്കാം. ഡി അഗെയിൻ 3 മൈനസ് 8 കിട്ടും, ദാറ്റ് ഈസ് അഗെയിൻ -5. ഓക്കെ, അപ്പം ഇത് വളരെ ശ്രദ്ധിക്കുക. ഇത് ഫസ്റ്റ് ടേം ആണ് എ, ദിസ് ഈസ് സെക്കൻഡ് ടേം, ഇതിന് നമുക്ക് എ പ്ലസ് ഡി എന്ന് എഴുതാം. ദിസ് ഈസ് തേർഡ് ടേം, ദിസ് ഈസ് എ പ്ലസ് 2d, അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ നമുക്കറിയാം എ പ്ലസ് ഡി എന്താണ്, 13. അത് ഞാൻ എടുത്ത് എഴുതുവാണ്. എ പ്ലസ് ഡി ഇസ് ഈക്വൽ ടു 13. അതില് എ നമുക്ക് അറിഞ്ഞൂടാ, ഡി നമുക്ക് ഇപ്പൊ അറിയാം എത്ര, -5. സോ -5, എ പ്ലസ് -5 ഇസ് ഈക്വൽ ടു 13. a minus 5 is equal to 13. a is equal to 13 plus 5. a is equal to 18. ആ 18 ഇവിടെ എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ, ഒന്നുകൂടെ ഞാൻ പറയുവാണ്, ഇത് രണ്ടെണ്ണം മിസ്സിംഗ് ഉണ്ടായിരുന്നു, എയും ബിയും. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഇത് 3 ടേംസ് കൺസിഡർ ചെയ്തിട്ട് ഇതിന്റെ മിഡിൽ ടേം മിസ്സിംഗ് ആയതുകൊണ്ട് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, 13 ബി ആൻഡ് 3 മിഡിൽ ടൈം കിട്ടാനായിട്ട് 13 പ്ലസ് 3 ബൈ 2 ചെയ്തപ്പോൾ മിഡിൽ ടൈം കിട്ടി 8. എന്നിട്ട് നമ്മൾ ഇവിടെ എടുത്ത് എഴുതി എ 13 8 3 എടുത്ത് എഴുതി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്ത, ഡിഫറൻസ് കണ്ടുപിടിച്ചു, കോമൺ ഡിഫറൻസ് എത്രയാണ്, -5 എന്ന് കിട്ടി. എന്നിട്ട് ഓരോ ടേമിനും നമ്മൾ അതിന്റെ ഉള്ള പേരുകൾ എടുത്തു, എ പ്ലസ് ഡി, എ പ്ലസ് 2d. ഇവിടെ എഴുതിയിൽ തന്നെ ഉള്ളൂ, ഇത് എ പ്ലസ് എത്ര 3d. ഓക്കെ, ഫോർത്ത് ടൈം അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. ഇത് എളുപ്പമായിട്ട് ഇത് എടുത്തു, കുറച്ച് എളുപ്പമായിട്ട് എ പ്ലസ് ഡി ഇസ് ഈക്വൽ ടു 13 എ പ്ലസ്, എന്നിട്ട് ഡിയുടെ വാല്യൂ 13 കൊടുക്കും, എ കിട്ടും 18. ആ വാല്യൂ എടുത്ത് ഇട്ട് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കിയവർക്ക് ഇത് എളുപ്പമായിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ എ കൊടുക്കണം, ഇതിനെ എന്ത് കൊടുക്കണം, എ പ്ലസ് ഡി. ദിസ് ഈസ് എ പ്ലസ് 2d ആൻഡ് ദിസ് ഈസ് എ പ്ലസ് 3d. അപ്പൊ ഈ ഒരു വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എളുപ്പമാണ്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് എയുടെ വാല്യൂ 5 ഉണ്ട്, അത് എടുത്ത് എഴുതി. ഇനി എന്തുണ്ട്, എ പ്ലസ് 3dയുടെ വാല്യൂ ഉണ്ട് 9 and 1/2. ഓക്കെ, സോ അപ്പൊ നോക്കേ, 9 and 1/2 എന്ന് പറയുമ്പോൾ 9 2s are 18 plus 1 19/2. സോ എ പ്ലസ് 3d is equal to 19/2. 9 into 2 18 plus 1 19/2. ഓക്കെ, നോക്കേ, ഇതിൽ എയുടെ വാല്യൂ കൊടുക്കണം. എക്ക് എത്ര, 5. അപ്പൊ 5 plus 3d is equal to 19/2. 3d is equal to 19/2 minus 5. സോ നോക്കേ, 3d is equal to, ഇത് എന്ത് ചെയ്യും, 19 minus 2 5s are 10/2. സോ 3d is equal to എത്ര, 19 എന്ന് 10 പോയാൽ 9/2. ഓക്കെ, അഗെയിൻ 3d is equal to 9/2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നോക്കേ, 3d is equal to 9/2, d is equal to 9/2 into 3. ഓക്കെ, ദാറ്റ് ഈസ് അഗെയിൻ എന്താണ്, 3/2. d is equal to 3/2 എന്ന് വരും. അപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടി. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, ഈ എയുടെ വാല്യൂ എടുത്ത് എഴുതി, ഈ ഒരു ടേം എടുത്ത് എഴുതി. എ പ്ലസ് 3d 9 and 1/2 ആണ്. സോ എ പ്ലസ് 3d is equal to 19/2 എന്ന് കൊടുത്തു. എയുടെ വാല്യൂ എടുത്തപ്പോൾ ഡി കിട്ടി. സോ അപ്പൊ ഇനി വളരെ എളുപ്പമാണ് ഡി കിട്ടി കഴിഞ്ഞാൽ. ഓക്കെ, സോ എന്താണ് അടുത്ത, നമുക്ക് എ പ്ലസ് ഡി ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്, അതിനെ എടുക്കുവാണ്. ഓക്കെ, എ പ്ലസ് ഡി, എ എത്രയാണ് 5, ഡി എത്രയാണ് 3/2. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 into 2 10, എത്രയാണ് 13/2. 13/2 നമ്മൾ മിക്സഡ് ആക്കുവാണെങ്കിൽ 6 and 1/2. അത് ഡിവൈഡ് ചെയ്ത് നോക്കിയതാ, നോക്കേ, 13/2. 6 2s are 12, 1 remainder. That is 6 and 1/2. ഓക്കെ, അപ്പൊ ഇവിടുത്തെ വാല്യൂ എത്രയാണ്, 6 and 1/2 ആണ് ഇവിടുത്തെ വാല്യൂ. അടുത്ത് ഇതിനെ എടുക്കുവാണ്, അതെന്തുവാ, എ പ്ലസ് 2d. സോ എ എത്രയാണ് 5 പ്ലസ് 2 into d എത്ര 3/2. അത് ഈസി അല്ലേ?
കട്ട് ചെയ്ത് പോവും. 5 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ഇത്രേ ഉള്ളൂ. അപ്പൊ സിമ്പിൾ അല്ലേ, എഴുതിയെടുക്കുക. അപ്പൊ കഴിയുന്നത് ഇതേണക്കൊക്കെ വരച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. ഈ കാൽക്കുലേഷൻസ് ഇവിടെ ചെയ്യുക. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ. ഇത് അറിഞ്ഞുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് ഡി കണ്ടുപിടിക്കുന്ന സെക്ഷൻ അറിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, സെയിം കാറ്റഗറി തന്നെയാണ്. 4 മിസ്സിംഗ് ബോക്സസ് ഉണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. സോ അപ്പൊ നമുക്ക് അതൊന്നും കണ്ടു പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിനെ എന്ത് കൊടുക്കാം? എ. ഇതെന്താ? A+D. സെക്കൻഡ് ടൈം ഇതെന്താണ്? A+2D. ഇതെന്താണ്? A+3D. ഇത് ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം, ഫിഫ്ത് ടൈം ആകുമ്പോൾ A+4D. സിക്സ്ത് ടൈം ആകുമ്പോൾ എത്ര? A+5D. ക്ലിയർ അല്ലേ? 1 2 3 4 5 6 ടൈംസ് ഉണ്ട്. ഫസ്റ്റ് ടൈം എ, സെക്കൻഡ് ടൈം A+D, സെക്കൻഡ് ടൈം തേർഡ് ടൈം A+2D, ഫോർത്ത് ടൈം A+3D, ഫിഫ്ത് ടൈം A+4D, സിക്സ്ത് ടൈം A+5D. എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി എന്തെടുക്കാം? പഴയ കണക്ക് തന്നെ എ എടുത്ത് എഴുതാം. A = -4. അടുത്ത എന്തുണ്ട്? ലാസ്റ്റ് ഇതുണ്ട് അല്ലെ? അപ്പൊ ഇതിനെ എടുക്കാം. A+5D = 6. A എത്ര? -4. സോ -4 + 5D = 6. 5D = -4 അപ്പുറത്ത് ചെയ്യുമ്പോൾ ആഡ് ആവും. -4 അപ്പുറത്ത് പോകുമ്പോൾ +4 ആവും. 6 + 4 10. D = 10/5 എത്ര വരും? 2. ഓക്കെ, ഇനി വളരെ എളുപ്പമല്ലേ? എന്താ നോക്കി? A+D എന്താ? ഇങ്ങോട്ട് എടുക്കാം. A+D = -4 + 2 എന്ത് വരും? നമുക്ക് അവിടെ -2 വരും. ഓക്കെ, അടുത്ത ഇതിനെ എടുക്കുവാണെങ്കിലോ A+2D എന്താണ്? -4 + 2 × 2. സോ -4 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെ എത്ര വരും? 0 വരും. സോ അപ്പൊ ഇതിനെ എടുക്കുവാണെങ്കിൽ എത്ര? A+3D. A എത്രയാണ്? -4 + 3 × 2. 3 × എത്ര വരും? 2. സോ -4 + 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വരും. ഇവിടെ എന്ത് വരും? A+4D. A എത്ര? -4 + 4 × D എത്ര? 2. സോ -4 + 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പൊ മിസ്സിംഗ് ടേംസ് ഏതൊക്കെയാണ്? മിസ്സിംഗ് ടേംസ് എന്ന് പറഞ്ഞാല് -2, 0, 2 and 4. ക്ലിയർ അല്ലേ? സോ അപ്പൊ മനസ്സിലാക്കണമെങ്കിൽ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ മിസ്സിംഗ് ആണ്. സോ അതിന് ഞാൻ എ കൊടുത്തു. സെക്കൻഡ് ടൈം A+D, തേർഡ് ടൈം A+2D, ഫോർത്ത് ടൈം A+3D, ഫിഫ്ത് ടൈം A+4D, സിക്സ്ത് ടൈം A+5D. ഓക്കെ, ഞാൻ കണ്ടേ ഈ കേസിൽ ശ്രദ്ധിക്കണം, എനിക്ക് ഫസ്റ്റ് ടൈം എടുക്കാനില്ല. അപ്പൊ നമുക്ക് ഇതുവരെ എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം കിട്ടിയായിരുന്നു. ഓക്കെ, എ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് ശ്രദ്ധിച്ചോണം. എന്തൊക്കെ ഉണ്ട് നമുക്ക് ഗിവൺ? A+D ഉണ്ട്, A+5D ഉണ്ട്. അപ്പൊ അതിനെ എടുത്ത് സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ നമ്മൾ തേർഡ് ചാപ്റ്റർ പഠിച്ചിട്ടുള്ള ലീനിയർ ഇക്വേഷൻസ്, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്, അതിനകത്ത് 2 ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാലോ. അതുപോലെ ഇതിനെ എടുക്കണം, രണ്ടെണ്ണത്തിനെ. ഇത് മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ ഞാനിവിടെ എഴുതുവാണ് A+D എന്ന് പറഞ്ഞാൽ 38 എന്ന് എഴുതുവാണ്. അതാണ് A+5D. ഓക്കെ, A+5D = എത്ര? -22. അപ്പൊ ഇതാ ലീനിയർ ഇക്വേഷൻസിന്റെ ഫോമിലേക്ക് ആയില്ലേ. അപ്പൊ ഇനി ഇതിനെ രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. എലിമിനേഷൻ മെത്തേഡ് ആയിരിക്കും എളുപ്പം. ഞാൻ അതാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് ചെയ്യാം. സോ അപ്പൊ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണെങ്കിൽ 1 - 2 ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യും? ഇതിന്റെ സൈൻ മാറ്റും. സൈൻ മാറ്റിയിട്ട് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഇവിടെ +A - ആയി, ഇവിടെ +5D -5D ആയി, ഇവിടുത്തെ -22 എന്തായി? +22 ആയി മാറി. ഓക്കെ, സോ A കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 0. D യും -5D കൂടെ ആഡ് ചെയ്യുമ്പോൾ -4D = 38 ഉം -22 അല്ല, ഇപ്പൊ എന്താണ്? +22 ആണ്. അപ്പൊ എന്ത് വരും? 38 ഉം 2 കൂടെ 40, 60 വരും. ഓക്കെ, സോ -4D = 60. D = 60/-4. D = -15. സോ അപ്പൊ D കിട്ടുന്ന തെറ്റി കഴിഞ്ഞാൽ പോയി. ഓക്കെ, ഇനി നോക്കി ഡി കിട്ടി. നമുക്കറിയാം ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ, എയിലും ഡിയിലും ഉള്ള 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ ഒരെണ്ണം കിട്ടിയാൽ മറ്റേ കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പുട്ട് D = -15 in equation 1. ഇക്വേഷൻ 1 ഇട്ട് കൊടുക്കണം. സോ ഡിയുടെ വാല്യൂ -15, ഇക്വേഷൻ 1 ഇട്ട് കൊടുക്കും. അപ്പൊ ഇക്വേഷൻ 1 എന്താണ്? A+D = 38. ഡിയുടെ വാല്യൂ എത്ര? -15. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? -15 അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, A
പ്ലസ് ഡിയുടെ വാല്യൂ -15 is equal to 38. പ്ലസ് മൈനസ് മൈനസ് a minus 15 is equal to 38. a is equal to 38 minus 15 അപ്പുറത്ത് പ്ലസ് 15 ആവും. a is equal to 53 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടിയല്ലോ ഈ a. അപ്പൊ ഈ a തന്നെ ഇവിടെ ഉപയോഗിക്കാം. സോ ഫസ്റ്റ് കിട്ടി, ഇനി പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, a കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ടേം, ദാറ്റ് ഈസ് a പ്ലസ് ഡി. a എത്രയാണ് പിള്ളേരെ? 53 പ്ലസ് ഡി എത്രയാണ്? -15. 53യും -15 ആഡ് ചെയ്യുമ്പോൾ ശരിക്കും 53 - 15 എന്നാണ് വരുന്നത്. സോ ഇതിനെന്ത് വരും ആൻസർ? 38. ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി അടുത്ത് ഇത് കണ്ടുപിടിക്കാൻ എന്തുവാ? a പ്ലസ് 2d. സോ a എത്രയാണ്? അഗെയിൻ 53 പ്ലസ് 2 ഇൻറ്റു ഡി എത്ര? -15. സോ 53 - 2 ഇൻറ്റു 15 -15 എത്ര? -13 ആണ്. സോ ദാറ്റ് ഈസ് 23 വരും. ഓക്കെ, ഇനി അടുത്ത് ഈ ടേം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? a പ്ലസ് 3d. a പ്ലസ് 3d a എത്രയാണ്? 53 പ്ലസ് 3 ഇൻറ്റു -15. സോ 53 മൈനസ് എത്ര വരും? 45 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് 8 വരും. ഓക്കെ, അടുത്ത എത്രയാണ്? a പ്ലസ് 4d. നോക്കിയേ, a പ്ലസ് 4dക്ക് വേണ്ടിയിട്ട് a എത്ര? 53 പ്ലസ് 4 ഇൻറ്റു -15. സോ 53 മൈനസ് എത്ര വരും? 60 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -7 വരും. ക്ലിയർ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 38 ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കാൽക്കുലേഷന്റെ ആവശ്യം ഇവിടെ ഇല്ലായിരുന്നു, കാരണം 38 അവിടെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ എഴുതണ്ട, ഈ ഒരു കാൽക്കുലേഷൻ എഴുതണ്ട ഇതിനകത്ത്. ഓക്കെ, ബാക്കിയെല്ലാം എഴുതിയാൽ മതി. അപ്പൊ ഫൈനൽ ആൻസേഴ്സ് ഇതാണ്. a is equal to 53. അടുത്ത ആൻസർ എത്ര? 23. അടുത്ത മിസ്സിംഗ് എത്രയാണ്? 8. അടുത്ത മിസ്സിംഗ് എത്ര? -17. അപ്പൊ നമുക്ക് ഈ ബോക്സിലുള്ള എല്ലാം കൂടെ ഒന്ന് എടുത്ത് എഴുതാം. ഫസ്റ്റ് മിസ്സിംഗ് ആയിരുന്നു, ദാറ്റ് ഈസ് 53. സെക്കൻഡ് ടൈം ഉണ്ട്, ദാറ്റ് ഈസ് 38. ബോക്സ് ഇടുന്നില്ല. തേർഡ് ടൈം മിസ്സിംഗ് ആയിരുന്നു, ദാറ്റ് ഈസ് 23. അഗെയിൻ ഫോർത്ത് വൺ മിസ്സിംഗ് ആയിരുന്നു, 8. അഗെയിൻ ഫിഫ്ത് വൺ മിസ്സിംഗ് ആയിരുന്നു, ദാറ്റ് ഈസ് -7. ഇനി ഉണ്ടായിരുന്നത് -22. ഓക്കെ, സോ അപ്പൊ മിസ്സിംഗ് ആയിട്ടുള്ളത് മാത്രം നമ്മൾ ബോക്സിലിട്ട് എഴുതി. 53, 23, 8 ആൻഡ് -7. അപ്പൊ ഞാൻ ഈ ഒരു കാൽക്കുലേഷൻ വെറുതെ ഇവിടെ ചെയ്തു, അത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, വ്യക്തമായിട്ട് എഴുതിയെടുക്കാം.